ആരും ഞെട്ടണ്ട. ഇവരെ ആരതി ഒഴിയാനാ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് ഈ തട്ടം പിടിച്ചു വാങ്ങിയത്. നിങ്ങൾ എന്താ വിചാരിച്ചേ? ആദിക്കുട്ടനും പൂജമോളും അടിച്ചു പിരിഞ്ഞെന്നോ? പൂജമോൾക്ക് പകരക്കാരിയായി ആദിക്കുട്ടൻ വിളിച്ചോണ്ട് വന്നത് ഈ കൊച്ചിനെയാണെന്നോ? എന്നാലേ നിങ്ങക്ക് തെറ്റി. ഈ വന്നതേ ആദിക്കുട്ടന്റെ കാമുകിയല്ല, പൂജമോളുടെ ബാല്യകാല സുഹൃത്താ. അമേയ രഘുനാഥ്. എന്താ രണ്ടും കൂടെ ബ്ലിങ്കസ് ചെയ്യാൻ നിൽക്കുന്നേ? ഒത്തില്ലല്ലേ? എന്നോട് വിളിച്ചു പറഞ്ഞിട്ടാ ഇവര് മൂന്നാളും കൂടി ഇങ്ങോട്ട് വന്നത്. പിന്നെ ഞാൻ നിങ്ങളുടെ സമാധാനത്തിന് ചുമ്മാ ഒരു നാടകം കളിച്ചതല്ലേ. എന്തായാലും നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു CID പണി ചെയ്തപ്പോ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ഉണ്ടാവണ്ടേ? ഇനിയെങ്കിലും നന്നാവാനൊന്ന് നോക്കാവോ? ഇനി ഒഴിയാം. നിങ്ങൾ വാ മക്കളെ. അയ്യോ, നിൽക്കാനൊന്നും എനിക്ക് നേരമില്ല മുത്തശ്ശി. നാളെ കാലത്തെ ഫ്ലൈറ്റിന് ഞാൻ തിരിച്ചു പോവാ. അത് നാളെ കാലത്തല്ലേ, സാരമില്ല. ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പോകാം. വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയണ്ടേ? വാ വാ വാ. ഞാനിന്ന് പാൽപ്പായസം ഉണ്ടാക്കിയപ്പോഴേ വിചാരിച്ചതാ ഇന്ന് ഏതെങ്കിലും ഒരു അതിഥി ഉണ്ടാവുമെന്ന്. ഇതേതായാലും ഒരു 1.5 അതിഥിയായി പോയി. എന്നാലും ഇത് കുറച്ച് കടുത്തുപോയി. ആ ഓട്ടോറിക്ഷക്കാരൻ സതീഷിനെ ഉണ്ടല്ലോ, മേലാലി പടി കയറാൻ സമ്മതിച്ചേക്കരുത്. ഓൻ ഒരിക്കലും തെറ്റുപറ്റില്ലെന്ന് ചേച്ചിയല്ലേ പറഞ്ഞത്? അത് പിന്നെ അവനല്ല, എനിക്കാ തെറ്റുപറ്റിയത്. ഞാൻ ഇത്തിരി ഓവറായിട്ട് അവനെ വിശ്വസിച്ചു പോയി. മോളെ സോറി, മോളെ റിയലി സോറി. നടക്കാതെ പോയ സ്വപ്നങ്ങളിൽ മറ്റൊന്നുകൂടി. എനിക്ക് ധാവണി ചുറ്റിക്കൊണ്ട് ഒരു സൈക്കിൾ സവാരി നടത്തണം. നല്ല തണുത്ത കാറ്റേറ്റ് പൊഞ്ചപ്പാടത്തിന് നടുവില് നാട്ടുവഴിയിലൂടെ മൂളിപ്പാട്ടും പാടിയൊരു യാത്ര. അതും ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സ്വന്തം. മുല്ലപ്പൂവേ നിന്നെപ്പോലും വെല്ലും പെണ്ണാണിവൾ, കാണും തോറും കാണാൻ തോന്നും പൊന്നിൻ മുഞ്ചുള്ളവൾ, പകലൊഴുകുന്ന നിലാവോ കൊലുസണിയുന്ന കവിതയോ, എല്ലാരും ചോദിക്കില്ലേ ചുമ്മാ നീ പോയി മറയല്ലേ.
ഈശ്വരാ, ഇവരെങ്ങനെ എവിടെ? എടാ ആദി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? ഏയ്, ഏ, എന്റെ പൊന്നളിയ, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? പോടാ, പോ. ഏ, എന്നാലും ഈ അളിയൊരു സംഭവം തന്നെ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? നിമിഷങ്ങൾക്കകം ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിക്കുന്നു? ഒപ്പിച്ചില്ലെങ്കിൽ കാണാം. ആമിച്ചി ദത്തേട്ടനെ കൊന്ന് കൊല വിളിക്കും. ആ, നമുക്ക് പോവാം. പൂജ, എടോ ഈശ്വരാ, വന്നേ, എന്നേക്ക്. എടോ, എന്തേലും പറ്റിയോ? ഇല്ല. അല്ല, ഹോസ്പിറ്റലിൽ പോണോ? എന്തിന്? കുഴപ്പമൊന്നുമില്ല. അല്ല, ഇല്ല, എന്താ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ എന്താ നോക്കട്ടെ. ഒന്നുമില്ല. തനിക്കെന്തെങ്കിലും പറ്റിയോ? ഇല്ല, എനിക്കൊന്നും പറ്റിയില്ല. ഓക്കെ ആണോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ. വാ, കേറ്. എന്താണോ? ഒന്നുമില്ല. പിന്നെന്തിനാ മുടങ്ങുന്നേ? എന്താ നോക്കട്ടെ. ഇല്ല, ഒന്നുമില്ല. എന്നാ വാ, കേറ്. ഓക്കെ അല്ലേ? ഇത് നമ്മുടെ SP ഉമ്മാദത്തൻ സാറല്ലേ? ശരിയാ, ഇങ്ങേരാള് കൊള്ളാലോ. എന്തൊരു ഇടിയനാണെന്നറിയോ? എനിക്ക് എത്ര ഇടി കിട്ടിയതാ. നിയമമൊന്നും നിങ്ങൾക്ക് ബാധകമല്ലെന്നാ തോന്നുന്നത്. കണ്ടില്ലേ യൂണിഫോം ഇട്ടാണ് കാണിക്കുന്നത്. ഇങ്ങേർക്കൊരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം. നോക്കിക്കോ, ഇത് ലോകം മുഴുവൻ ഞാൻ വൈറലാക്കി തരാം. അങ്ങനെ പറ്റില്ലല്ലോ.